പത്തനംതിട്ട കടമനിട്ടയിൽ +2 വിദ്യാർത്ഥിനി ഷാരികയെ തീ കൊളുത്തിക്കൊന്ന കേസിൽ പ്രതി സജിലിന് ജീവപര്യന്തം കഠിന തടവ്. 2 ലക്ഷം രൂപ പിഴയടയ്ക്കണമെന്നും പത്തനംതിട്ട അഡീഷണൽ പ്രിൻസിപ്പൽ കോടതി വിധിച്ചു. 2017 മുത്തച്ഛനു മുന്നിൽ ഷാരികയെ അയൽവാസിയും സുഹൃത്തുമായ സജിൽ തീ കൊളുത്തിക്കൊന്നത്. നന്ദുഷ ചേരുന്നു. നന്ദുഷ, ഈ കേസിന്റെ വിവരങ്ങളും കോടതി വിധിയുടെ വിശദാംശങ്ങൾ. സംഭവം പത്തനംതിട്ട ജില്ലയിലെ കടമ്മനിട്ടയിൽ ഉണ്ടാകുന്നത്. മുത്തച്ഛന്റെ വീട്ടിൽ ഉണ്ടായിരുന്ന ഷാരിക എന്ന 17-കാരിയെ ആൺ സുഹൃത്തായ സജിൻ അവിടെ എത്തി ഒപ്പം വരണമെന്ന് ആവശ്യപ്പെട്ടു. ഇവർ തമ്മിൽ മുൻപൊരു കുറച്ച് സ്വരച്ചേർച്ചയില്ലായ്മ ഉണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടാണ് ഷാരികയോട് സംസാരിക്കണമെന്നും തന്റെ ഒപ്പം വരണമെന്നും സജിൻ ഷാരികയുടെ മുത്തച്ഛന്റെ വീട്ടിലെത്തി ആവശ്യപ്പെട്ടത്. എന്നാൽ ഈ കൂടെ പോകാൻ വിസമ്മതിച്ചിരുന്ന ഷാരികയെ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തുകയായിരുന്നു സജിനും ഈ ആക്രമണത്തിൽ പൊള്ളലേറ്റിരുന്നു. ഏതായാലും കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് ഷാരികയെ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായിരുന്നില്ല. അന്ന് അതീവ ഗുരുതരാവസ്ഥയിലുള്ള ഷാരികയുമായി ഹെലികോപ്റ്ററിലാണ് ഷാരികയുടെ ജീവൻ രക്ഷിക്കാനുള്ള അവസാന ശ്രമം എന്നോണം കോയമ്പത്തൂരിലേക്ക് ഷാരികയെ കൊണ്ടുപോയിരുന്നു വിദഗ്ധ ചികിത്സയ്ക്കായി. എന്നിട്ടും ഷാരികയുടെ ജീവൻ രക്ഷിക്കാനായിരുന്നില്ല. അപ്പോൾ തന്നെ പരിക്കേറ്റ പ്രതിയെ പോലീസ് പിടികൂടിയിരുന്നു. മുഖ്യ സാക്ഷിയായ ഷാരികയുടെ മുത്തച്ഛൻ ഈ കേസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഏതാണ്ട് 1 വർഷം കഴിഞ്ഞപ്പോൾ 2019 മരണപ്പെട്ടുപോയി. പിന്നീട് ഈ കേസിന്റെ അന്വേഷണം പൂർണ്ണമായും ശാസ്ത്രീയ തെളിവുകളുടെയും പ്രതിയുടെയും അതോടൊപ്പം സാഹചര്യ തെളിവുകളുടെയും ഒക്കെ അടിസ്ഥാനത്തിലായിരുന്നു. ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രതി സജിൻ കുറ്റക്കാരനാണെന്ന് ഇന്നലെ പത്തനംതിട്ട അഡീഷണൽ മജിസ്ട്രേറ്റ് കോടതി കണ്ടെത്തിയിരുന്നു. ഇന്നാണ് അതിന്റെ ശിക്ഷാവിധി ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. 4 ലക്ഷം രൂപ പിഴയും ജീവപര്യന്തം തടവുമാണ് സജിന് വിധിച്ചിരിക്കുന്നത് കോടതി. ഈ 4 ലക്ഷം രൂപ ഷാരികയുടെ മാതാപിതാക്കൾക്ക് പബ്ലിക് പ്രോസിക്യൂട്ടർ പ്രതികരിക്കുന്നുണ്ട്. അതിലേക്ക് മരണപ്പെട്ട കുട്ടിയുടെ കുടുംബത്തിന് നീതി കിട്ടിയെന്ന് തന്നെ വിശ്വസിക്കുന്നു. ഇതിൽ പ്രതിക്ക് വിവിധ വകുപ്പുകളിലായി ജീവപര്യന്തം കഠിന തടവും 4 ലക്ഷം രൂപ പിഴയുമാണ് പറഞ്ഞിരിക്കുന്നത്. പിഴ ഒടുക്കാത്ത പക്ഷം അത് പ്രതിയുടെ പ്രോപ്പർട്ടിയിൽ നിന്നും ഈടാക്കാനും കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. ഈ കേസിൽ ഏറ്റവും നിർണായകമായ സാക്ഷി എന്ന് പറയുന്നത് മരണപ്പെട്ട ഷാരികയുടെ മുത്തച്ഛൻ തന്നെയായിരുന്നു. എന്നാൽ ട്രയൽ തുടങ്ങുന്നതിന് മുമ്പേ തന്നെ അദ്ദേഹം മരണപ്പെട്ടിട്ടുള്ളതും തുടർന്ന് അദ്ദേഹത്തെ വിസ്തരിക്കാൻ സാധിക്കാതെ പോയിട്ടുള്ളതാണ്. തുടർന്ന് മരണപ്പെട്ട ഷാരികയുടെ ഡൈൻ ഡിക്ലറേഷൻ 32(1) എവിഡൻസ് ആക്ട് പ്രകാരമുള്ള മരണമൊഴി അത് സബ് ഇൻസ്പെക്ടറോട് കൊടുത്തത്, അതുപോലെ തന്നെ മജിസ്ട്രേറ്റിനോട് കൊടുത്തതും പെൺകുട്ടിയുടെ അച്ഛനോടും അമ്മയോടും പറഞ്ഞ മരണമൊഴി ഉൾപ്പെടെയുള്ളവ കോടതിയിൽ ബോധ്യപ്പെടുത്താൻ സാധിച്ചു. അതോടൊപ്പം തന്നെ പ്രതിക്ക് ഈ ഇൻസിഡന്റിൽ ഇഞ്ചുറി പറ്റിയിരുന്നു. 35% ബേൺ ഇഞ്ചുറി പ്രതിക്കുണ്ടായിരുന്നു. അതുൾപ്പെടെ കോടതിയിൽ ബോധ്യപ്പെടുത്താൻ സാധിച്ചു. പിന്നീട് പ്രതി കൃത്യസ്ഥലത്ത് നിന്ന് ഓടിപ്പോകുന്നതിൻ്റെ സാക്ഷികളുണ്ടായിരുന്നു. പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും അത് കണ്ടിരുന്നു. ആ കാര്യങ്ങളും കോടതിയിൽ ബോധ്യപ്പെടുത്താൻ സാധിച്ചു. നന്ദുഷ വീണ്ടും ചേരുന്നു. നന്ദുഷ, ഇതിൽ എന്താണ് നിർണായകമായത്? എന്ത് തെളിവ് ഇപ്പം അറിയാം? ആ സാഹചര്യം എന്തായിരുന്നു എന്നുള്ളതും അതുമായി ബന്ധപ്പെട്ടുള്ള തെളിവും ഒക്കെ നേരത്തെ തന്നെ ഹാജരാക്കിയതാണ്. കോടതിയിൽ എന്താണ് വളരെ നിർണായകമായിരുന്നത്? ധന്യ, കേസിലെ മുഖ്യ സാക്ഷിയായ മുത്തച്ഛൻ മരണപ്പെട്ടതോടെ ഈ കേസിന്റെ ട്രയലിൽ ഒരു പ്രധാന ഐ വിറ്റ്നസിനെ വാദിഭാഗത്തിന് നഷ്ടമായിരുന്നു. ഇതോടെ ഷാരികയുടെ കുടുംബവും വളരെ പ്രതിരോധത്തിലായിരുന്നു. ഈ പ്രതിക്കെതിരെ ഏറ്റവും നിർണായകമായ തെളിവായിരുന്നു മുത്തച്ഛന്റെ ദൃക്സാക്ഷിമൊഴി. എന്നിരുന്നാൽ തന്നെയും അന്വേഷണ സംഘത്തിന്റെ സഹായത്തോടെ സാഹചര്യ തെളിവുകളും അതോടൊപ്പം ഈ ഷാരികയുടെ മുത്തച്ഛന്റെ വീട്ടിൽ നിന്നും കൃത്യം നിർവഹിച്ച ശേഷം പ്രതി ഓടി രക്ഷപ്പെടുന്ന ദൃക്സാക്ഷിമൊഴികളും കോടതിയിൽ നിർണായകമായി വിചാരണയിൽ അത് പ്രതിക്കെതിരെ തിരിക്കാനും വാദിഭാഗത്തിന് കഴിഞ്ഞു എന്ന് പറയാം. അതോടൊപ്പം ഈ പെൺകുട്ടിയുടെ മാതാപിതാക്കൾ കോടതിയിൽ നൽകിയ മൊഴികളും നിർണായകമായി. കാര്യം ഷാരികയുമായി സൗഹൃദം പുലർത്തിയിരുന്ന സജിൻ നിരവധി തവണ ഷാരികയോട് മോശമായി പെരുമാറിയിരുന്നു. ഷാരികയെ വാക്കുകൾ കൊണ്ട് പലപ്പോഴും വിഷമിച്ചിരുന്നു, മാനസിക പ്രയാസങ്ങൾ ഉണ്ടാക്കിയിരുന്നു എന്ന മാതാപിതാക്കളുടെ മൊഴിയും ഇതോടൊപ്പം പ്രതിക്കെതിരായി വാദിഭാഗം കൃത്യമായി ഉപയോഗിച്ചു എന്ന് പറയാം. ഏതായാലും 4 ലക്ഷം രൂപയാണ് നിലവിൽ പ്രതിക്കെതിരെ പിഴത്തുകയായി ചുമത്തിയിരിക്കുന്നത്. അതോടൊപ്പം ജീവപര്യന്തം ശിക്ഷയും പ്രതിക്കെതിരെ കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. വളരെ വാർത്താ പ്രാധാന്യമേറിയ ഒരു വിഷയമായിരുന്നു 2017 ഷാരികയുടെ കൊലപാതകം. മുത്തച്ഛന്റെ മുന്നിൽ വെച്ച് ഷാരികയെ പെട്രോൾ ഒഴിച്ച് തീ കൊടുത്ത ശേഷം പ്രതി അവിടെ നിന്ന് കടന്നു കളയുകയായിരുന്നു. പ്രതിയുടെ ശരീരത്തും തലയിൽ ഉൾപ്പെടെ ഈ കുറ്റകൃത്യം നടത്തുമ്പോൾ മുറിവേറ്റിരുന്നു, പൊള്ളലേറ്റിരുന്നു. ഇതൊക്കെ തന്നെ ശാസ്ത്രീയ തെളിവുകൾ എന്ന പശ്ചാത്തലത്തിൽ ഈ കേസിന്റെ വിചാരണയിൽ നിർണായക തെളിവുകളായി പോലീസ് അവതരിപ്പിച്ചിരുന്നു. ഇതൊക്കെ പ്രതിക്കെതിരായി കൃത്യമായി ഉപയോഗിക്കാൻ അന്വേഷണ സംഘത്തിനായി എന്നതും കൃത്യമായ രീതിയിൽ ഈ കേസിന്റെ വിചാരണ പൂർത്തിയാക്കാനും പ്രതി ശിക്ഷ വാങ്ങിക്കൊടുക്കാനുമുള്ള
ഒരു നീതിപരമായ പോരാട്ടത്തിൽ അന്വേഷണ സംഘത്തെ തുണച്ചു എന്ന് പറയാം. ഏതായാലും പ്രോസിക്യൂട്ടറുടെ ഇപ്പോഴത്തെ പ്രതികരണം പുറത്തു വന്നതനുസരിച്ച് ശാരികയുടെ കുടുംബത്തിന് നീതി ലഭ്യമായി എന്ന് തന്നെയാണ് ധന്യ അദ്ദേഹം ആത്മവിശ്വാസത്തോടെ പറയുന്നത്.